കൃപാസനം പത്രം ജനുവരി 2026 പാർട്ട് 5. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. UAE-യിൽ നിന്നുള്ള ആർഷയുടെ സാക്ഷ്യം. ഉടമ്പടി ഉപ്പിന്റെ വിശ്വാസ പ്രയോഗത്താലാണ് ജോലി എന്ന എന്റെ സ്വപ്നം പൂവണിഞ്ഞത്. 2024 ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞാൻ കൃപാസനത്തിൽ ഓൺലൈനായി ഉടമ്പടി എടുക്കുന്നത്. ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എല്ലാം പാസ്സാകുമെങ്കിലും പിന്നെ റിപ്ലൈ ഒന്നും ഉണ്ടാകില്ല. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് എന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചു. അടുത്ത മാസം തന്നെ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുകയും ഒരു ഫ്രണ്ട് തന്ന കൃപാസനത്തിലെ വെഞ്ചരിച്ച ഉപ്പുമായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ജോലി ലഭിക്കില്ല എന്ന് പറഞ്ഞ് പലരും എന്നെ കളിയാക്കി. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ ഇന്റർവ്യൂ പാസ്സാവുകയും നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു. തൈക്കാട്ടുശ്ശേരിയിൽ നിന്നുള്ള രമ്യയുടെ സാക്ഷ്യം. ജീവിതം നടുക്കടലിൽ അകപ്പെട്ടപ്പോഴും ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. പരിശുദ്ധ അമ്മ കൂടെ നിന്ന് അനുഗ്രഹിച്ചു. രമ്യയുടെ ഉജ്ജ്വല സാക്ഷ്യം. ഞങ്ങൾ പുതുതായി വാങ്ങിച്ച സ്ഥലത്ത് ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടി ലോണിന് അപേക്ഷിച്ചെങ്കിലും ലഭിച്ചില്ല. ആ സമയം എന്റെ ജോലിയും നഷ്ടപ്പെട്ടു. നടുക്കടലിൽ പെട്ടുപോയ അവസ്ഥയിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് മാതാവെ എന്റെ വെറിറ്റുപോയി, ഇനി മാതാവ് വിചാരിച്ചാലേ നടക്കൂ എന്ന് പറഞ്ഞ് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വീട് പണി പൂർത്തിയാക്കാൻ സാധിച്ചു. കൂടാതെ ഒരു ദിവസം ശക്തമായ ബ്ലീഡിങ്ങും വേദനയും ഉണ്ടായി ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ 17 സെന്റിമീറ്റർ ഉള്ള പോളിപ്പുണ്ടെന്നും ക്യാൻസർ ആണോ എന്ന് സംശയമുണ്ടെന്നും ബയോപ്സിക്ക് വിടണമെന്നും പറഞ്ഞു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്നുള്ള സുധയുടെ സാക്ഷ്യം. ഉടമ്പടി വഴി എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തിലാണ് മാതാവ് എന്നെ ഉയർത്തിയത്. എന്റെ മകനെ SSLC പരീക്ഷയ്ക്ക് 45 ദിവസമുള്ളപ്പോൾ ടീച്ചേഴ്സ് വിളിച്ചിട്ട് മകൻ എല്ലാ വിഷയത്തിലും 10-ൽ താഴെ മാർക്കുള്ളൂ, അവൻ തോറ്റുപോകുമെന്ന് പറഞ്ഞു. ഞാൻ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ അടുത്ത വീട്ടിലെ ടീച്ചറെ കാണുകയും ടീച്ചർ മകന്റെ കയ്യിൽ ഉടമ്പടി പത്രം കൊടുത്തുവിട്ടിട്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാനും പറഞ്ഞു. മകന്റെ പരീക്ഷയുടെ തലേ ദിവസം വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. മകൻ എക്സാമിന് 85% മാർക്ക് നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങൾക്കൊരു വീട് ലഭിച്ചു. എറണാകുളം പഴങ്ങാട് നിന്നുള്ള റിയയുടെ സാക്ഷ്യം. എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ ഉയർത്തണമെന്ന് ഉടമ്പടി വഴി മാതാവിനോട് പറഞ്ഞിരുന്നു. മാതാവ് തക്ക സമയത്ത് എന്നെയും എടുത്തുയർത്തി. ഞാൻ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിച്ച് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച ഉപ്പുമായി പോയി ജർമ്മനിയിലേക്കുള്ള വിസയ്ക്ക് വെച്ചു. എനിക്കൊരു അടയാളം തരണമെന്ന് മാതാവിനോട് പറഞ്ഞു. ഒരു നീല ഫയലിലാണ് എന്റെ പേപ്പറുകൾ അവർ കൊണ്ടുപോയത്. എന്റെ കൂട്ടുകാരെല്ലാം വിദേശത്ത് പോയി. ഞാൻ ഒന്നുമാകാതെ എല്ലാവരുടെയും കളിയാക്കൽ കേട്ട് വളരെയധികം വിഷമിച്ച് മാതാവിനോട് എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ എന്നെ ഉയർത്തണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി പുതുക്കി ശക്തമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ വിസ വരികയും ജർമ്മനിയിലേക്ക് പോകാനും സാധിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള ജെസിയുടെ സാക്ഷ്യം. വിവാഹം കഴിഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷം ഉടമ്പടി വഴി ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിച്ച അത്ഭുത സാക്ഷ്യം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. ഡോക്ടർമാരെ കണ്ടെങ്കിലും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. മരുന്നുകളൊന്നും ഫലിച്ചില്ല. പലരുടെയും സങ്കടപ്പെടുത്തുന്ന ചോദ്യങ്ങൾ, ആരെയും ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആകെ തകർന്ന അവസ്ഥയിൽ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ആദ്യത്തെ പുതുക്കലിന് ശേഷം ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കോട്ടയം മണിമലയിൽ നിന്നുള്ള സിദ്ധാർത്ഥിന്റെ സാക്ഷ്യം. വിദേശത്ത് ജോലി കിട്ടാതെ തിരികെ വന്ന എനിക്ക് ഉടമ്പടി എടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ മറ്റൊരു വിദേശ ജോലി കിട്ടി. ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ദുബായിൽ പോകുകയും അവിടെ ജോലി ലഭിക്കാതെ തിരിച്ചു വരികയും ചെയ്തു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് മറ്റൊരു രാജ്യത്തിലേക്കുള്ള ഇന്റർവ്യൂ വരികയും ഞാൻ പഠിച്ച മേഖലയിൽ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. അവിടെ ചെന്ന് 5 മാസം കഴിഞ്ഞപ്പോൾ കാലിൽ ചുവന്ന കുത്തുകൾ വന്ന് നീര് വെച്ച് നടക്കാൻ പറ്റാതായി. ഡോക്ടറെ കണ്ടപ്പോൾ ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, തനിയെ മാറുമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. കോട്ടയത്ത് നിന്നുള്ള സിന്ധു ഡെൽസന്റെ സാക്ഷ്യം. ഉടമ്പടി മാതാവിന്റെ അത്ഭുത ബർത്ത്ഡേ ഗിഫ്റ്റ്. ഞാൻ ചെറിയ രീതിയിലൊക്കെ പാടും. ഒരു ദിവസം മാതാവിനെ കുറിച്ച് ചില വരികൾ എന്റെ മനസ്സിൽ വന്നു. ഞാൻ അത് എഴുതി വെച്ചിട്ട് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ട്യൂൺ ഇട്ട് പാടി.
മകൻ മ്യൂസീഷ്യനാണ്. ഞാൻ അവനോട് ഈ പാട്ട് കവർ സോങ് ചെയ്ത് റീൽ ചെയ്യണം, മാതാവിനെ കുറിച്ച് എല്ലാവരും അറിയണമെന്ന് പറഞ്ഞു. മകൻ ആ സോങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കമ്പോസ് ചെയ്ത് എനിക്ക് പാടാനായി സ്റ്റുഡിയോ ഒക്കെ റെഡിയാക്കുകയായിരുന്നു. ഒക്ടോബർ 26 എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ മാതാവിനോട് എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞു. അന്ന് രാത്രി മകൻ എന്നോട് ഒരു ഫിലിമിലേക്ക് ഒരു സോങ് ഉണ്ട്, അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെന്ന് പറഞ്ഞു. ഞാൻ പാട്ടുപാടി ഡയറക്ടർക്ക് അയച്ചു കൊടുത്തു. ആ വോയിസ് ആയിരുന്നു സിനിമയ്ക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അത് ലിറിക്കൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ അനുവാദം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സോങ് മെഗാ ഹിറ്റായി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്നുള്ള റെജിൻ മേരിയുടെ സാക്ഷ്യം. ഞാൻ ധ്യാനം കൂടാൻ വേണ്ടി മൊബൈൽ ഓപ്പൺ ചെയ്തതും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എന്റെ വിഷയമായിരുന്നു പറഞ്ഞത്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ നടന്നത്. എനിക്ക് പെട്ടെന്നൊരു ദിവസം ഭയങ്കരമായ നടുവേദന വന്ന് ഇടത് കാലിൽ കൂടി താഴോട്ടിറങ്ങി മരവിപ്പ് പോലെ വന്നു. ഒരു ദിവസം ഞാൻ കുർബാന കഴിഞ്ഞ് വരുമ്പോൾ വേദന സഹിക്കാൻ വയ്യാതായപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ റിട്രീറ്റ് കേൾക്കാമെന്ന് കരുതി മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോൾ എന്റെ രോഗവിവരം അച്ഛൻ പറയുന്നത് കേട്ടു. ഈ മരവിപ്പ് മാറിക്കൊള്ളും, സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. 2 ദിവസത്തിനകം ആ വേദന മാറി. കൂടാതെ ഒരു വസ്തു ഇടപാടിൽ ഞാൻ പൈസ കൊടുത്തിട്ടും പ്രമാണം ചെയ്ത് കിട്ടുന്നില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആരാധനയിൽ പറഞ്ഞ ഡേറ്റിൽ 2 ഡേറ്റ് എടുത്ത് പ്രാർത്ഥിച്ചു. ആ 2 ഡേറ്റിലും കാശിടപാട് ക്ലിയർ ആയി കിട്ടുകയും വസ്തുവിന്റെ പ്രമാണം നടന്നു കിട്ടുകയും ചെയ്തു. ആയാംകുടിയിൽ നിന്നുള്ള സൗഭിയുടെ സാക്ഷ്യം. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ വിശ്വാസ പ്രയോഗ സാക്ഷ്യങ്ങളാണ് സൗഭി പങ്കുവെക്കുന്നത്. എനിക്ക് യൂറോപ്പിൽ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി 2 പ്രാവശ്യം OET എക്സാം എഴുതിയെങ്കിലും പാസ്സായില്ല. മമ്മി ഉടമ്പടി എടുത്തപ്പോൾ ലഭിച്ച് വെഞ്ചരിച്ച് നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി. റിസൾട്ട് വന്നപ്പോൾ 4 മോഡ്യൂളിനും B സ്കോർ കിട്ടി. 3ാമത്തെ അറ്റംപ്റ്റിന് മുമ്പ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എക്സാം പാസ്സായി വിദേശത്ത് പോകാനും സാധിച്ചു. കൂടാതെ 6 വർഷമായി വിൽക്കാൻ സാധിക്കാതിരുന്ന സ്ഥലം വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി 6 മാസത്തിനുള്ളിൽ വിൽക്കാൻ സാധിച്ചു. കോഴിക്കോട് പൂഴിത്തോട് നിന്നുള്ള സോണിയുടെ സാക്ഷ്യം. കഷ്ടതകളിൽ കണ്ണീരോടെ ഉടമ്പടി എടുത്ത നാൾ മുതൽ സോണിക്ക് ലഭിച്ച അനുഗ്രഹ സാക്ഷ്യങ്ങൾ. എനിക്ക് 3 വർഷം മുമ്പ് ഒരു സർജറി ചെയ്തതിനാൽ എന്റെ ഇടതുവശം മുഴുവൻ ഞരമ്പുകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാലിനും നടുവിനും കഴുത്തിനുമൊക്കെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴുത്തിൽ ബെൽറ്റ് ഇട്ടിരിക്കുകയായിരുന്നു. നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റാതായി. പള്ളിയിൽ പോയിട്ട് 3 വർഷമായി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി കൃത്യമായി പാലിക്കാൻ നിയോഗം വെച്ചു. ആ സമയം മുതൽ 90% എന്റെ വേദനകളെല്ലാം മാറ്റി തന്നു. എനിക്ക് ദിവസവും പള്ളിയിൽ പോകുന്നതിന് സാധിക്കുന്നു. കൂടാതെ മകൾക്ക് വിദേശ ജോലി ലഭിച്ചു.